നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് പാലക്കാടാണെന്ന് അറിയാമല്ലോ. നമുക്കിപ്പോൾ 42°C ചൂടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ നൊങ്ങ് വേണ്ട സംഭവം ഇളന്നെന്ന് പറയും. ഈ ഇളന്നിനൊക്കെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു പീസിന് 10 rupees വെച്ചിട്ട് ഒരു അതായത് ഒരു ഇളന്നിന് കൊണ്ട് 30 rupees ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ഇളന്നിനൊക്കെ വെട്ടി കുടിക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇവിടെ കുറേ പനകളുണ്ട്. ഈ സൈഡ് ഫുള്ള് നമ്മൾ ഈ പാലക്കാട് പറഞ്ഞ വെച്ചാൽ പനകളുടെ നാടാന്ന് അറിയാമല്ലോ. അപ്പോൾ നമ്മളിവിടെ ഫുൾ പനകളുണ്ട്. അപ്പോൾ ഇവിടുത്തെ പനകളിൽ നമ്മൾ കുറച്ച് കരിക്കല സോറി ഗൈസ്, നമ്മൾ നൊങ്ങ് അഥവാ ഇളന്നൻ എന്ന് പറയും. ഇളന്നൻ വെട്ടി കുടിക്കാൻ പോകണം. അപ്പോൾ നമ്മുടെ ഈ സൈഡ് നോക്കിയാലും പനയാണ്, പിന്നെ ഇപ്പുറ സൈഡ് നോക്കിയാലും പനയാണ്. ഈ ചുറ്റുപാടും തെങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ പൂട്ടി കണ്ടൊക്കെ പൂട്ടിപ്പോൾ എല്ലാം സെറ്റാക്കി നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത വിഷു കഴിഞ്ഞപ്പോൾ നമ്മൾ അടുത്തതിന് വേണ്ടി നിൽക്കുകയാണ്, അതായത് വിതയ്ക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് വെള്ളവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതിനോട് അങ്ങനെ വിട്ടിരിക്കുകയാണ്. അതോടൊപ്പം നമുക്ക് കുറച്ച് ഇളന്നനും കാര്യങ്ങളൊക്കെ വെട്ടിക്കുടിക്കാമെന്ന രീതിക്കാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് നേരെ പോകാവുന്നതാണ് ഗായ്സ്. അപ്പോൾ നമുക്ക് അവിടെ കുറേ നമ്മുടെ ഗായ്സ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അവിടെ കുറച്ച് തേങ്ങ മറ്റേ അതായത് നൊങ്ങ് അഥവാ നമ്മുടെ ഇളന്തം പറയും ആ സാധനം വെട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ പോകാം ഗായ്സ്. നമുക്ക് നേരെ പോയിട്ട് അവിടെയാണ് നമ്മുടെ ഐറ്റം ഉള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു അവിടേക്കാണ് പോകേണ്ടത്. ഓക്കെ ഗൈസ്, അപ്പോൾ പാലക്കാട് എന്ന് പറഞ്ഞാൽ ഈ സൈഡ് ഫുള്ള് കണ്ടവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഒരു കുളമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ കുളത്തിൽ എപ്പോഴും നല്ല വെള്ളമായിരിക്കും. ഞങ്ങൾ ഇവിടെ കുളിക്കാനൊക്കെ വരുന്നതായിരുന്നു. ബട്ട് ഇപ്പോഴത്തെ കുളത്തിന്റെ അവസ്ഥ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വെച്ചാൽ വളരെ ദയനീയമായ അവസ്ഥയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ കുളത്തിലേക്ക് പോകാം. ഇവിടെ ഈ കാണുന്ന കുളം എന്ന് പറഞ്ഞാൽ വെച്ചാൽ വളരെ ദയനീയ അവസ്ഥയാണ് നമ്മുടെ കുളത്തിലുള്ളത് ഗൈസ്. പേരിന് പോലും ഒരു തുള്ളി വെള്ളമില്ല ഗൈസ്. നോക്കൂ ഗൈസ്, ഫുൾ ഒന്നുമേ ഇല്ല. മറ്റേ വരണ്ട് മറ്റേ നമ്മുടെ എന്താ പറയുക മരുഭൂമി പോലെയാണ് ഇപ്പോൾ കിടക്കുന്നത് ഇവിടുത്തെ ഫുൾ അവസ്ഥ എന്ന് പറയുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് അത്രയും ചൂടും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമുക്ക് ക്യാപ്പും എന്താണ് ഫേസ് മാസ്ക് അല്ലെങ്കിൽ നമുക്ക് സൺക്രീമൊന്നും തേക്കാതെ ഇവിടെ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പോൾ ഗൈസ് എൻ്റെ കൈ നോക്കൂ, ഞാനിപ്പോൾ സൺക്രീം തേച്ചിട്ടുണ്ട്. ബട്ട് ഇവിടുത്തെ ഒരു അവസ്ഥയും ഈ ഒരു കളറും ഈ ഒരു കളറും നമ്മുടെ കാലിൻ്റെ കളർ നോക്കൂ ഗൈസ്. കാല് മറ്റേ കവർ ചെയ്ത് കഴിഞ്ഞുകൊണ്ട് കാലിൻ്റെ കളറും കൈയിൻ്റെ കളറും കണ്ടുപോകും. വളരെ ഡിഫറൻസ് ആണ് നമുക്ക് വരുന്നത്. കാലിലെന്ന് പറഞ്ഞാൽ നമ്മൾ ചെരുപ്പ് ഇങ്ങനത്തെ ചെരുപ്പ് ഇടുന്നതിന് കുഴപ്പമില്ല. ബട്ട് കൈ ഫുള്ളൊക്കെ മൊത്തം നമ്മൾ കറുത്ത് മറ്റേ ഇതായി പോയി. അങ്ങനെ കളറില്ല ഒന്നാമത്, ബട്ട് കറുത്ത് പോയി ഗൈസ്. പിന്നെ അവിടെ കുളവും കാര്യങ്ങളൊക്കെ കണ്ടു. നമ്മൾ അപ്പുറത്തെ കുറച്ച് പനകളുണ്ട്. അപ്പോൾ നമ്മൾ അവിടെയാണ് പോയിട്ട് നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. നമ്മുടെ പിള്ളേരോട് വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ സ്പോട്ടിലെത്തിയിട്ട് നമ്മുടെ സ്പോട്ട് ഇതാണ് നമ്മുടെ സ്പോട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ പിള്ളേരിപ്പോൾ നല്ല ഹൈറ്റുള്ള തോട്ടിയാണ് കേട്ടോ. തോട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല പന പറയാൻ അറിഞ്ഞല്ലോ, നല്ല ഹൈറ്റുള്ള പനയാണ്. അപ്പോൾ നല്ല ഹൈറ്റുള്ള തോട്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പൊക്കണമെന്നുണ്ടെങ്കിൽ തന്നെ എങ്ങനെ പോലും 4-5 പേര് വരേണ്ടി വരും. അല്ല നമുക്ക് ഒറ്റയ്ക്ക് പൊങ്ങില്ല, അത്ര സൈസ് ഇല്ല, ഒന്നാമത് അത്രയ്ക്ക് പൊങ്ങില്ല. അപ്പോൾ നമ്മൾ അതുവഴി പൊക്കിയപ്പോൾ പിള്ളേർക്ക് വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് വേണ്ടി നമുക്കിപ്പോൾ വലിക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ വലിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ കുറച്ചുകൂടി ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ പനിയിൽ കുറച്ച് ഇളന്നനുണ്ട്. നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാവുന്നതാണ്. ഞങ്ങൾക്ക് കുറച്ച് ഇളന്നനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിതിപ്പോൾ ഒരാൾക്ക് വലിച്ചു കഴിഞ്ഞാൽ ചെത്തില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇത്രയും പേര് നിന്നിട്ട് എല്ലാം തോട്ടി ഒന്ന് പൊക്കുകയാണ് ഗൈസ്. അപ്പോൾ പൊക്കിയിട്ട് നമുക്ക് പിടിച്ചിട്ട് നല്ല കുത്തി പൊക്കാണ് ഗൈസ്. നമ്മൾ പൊക്കി ലേശം നിസ്സാരം പറ്റും. ഗ്യാസ് ലോക്കാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് പൊട്ടിട്ട് അവിടെ ഇട്ട് കൊടുക്കണം. നല്ല ടൈറ്റ് മറ്റേ നല്ല വെയിറ്റുള്ള പൊട്ടിട്ടോ കാല് വിട്ട് വെച്ചാൽ മൊത്തം ഇതായി. ഒരു പൊട്ടില്ല അപ്പൊ നമുക്ക് കുറെ താഴെ വലിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാവുന്നതാണ്. ഒന്നും പറയാനില്ല, പോളി സാധനം ഒന്നിങ്ങനെ വെക്കുക. ഓ ഗായ്സ്, ഫ്രിഡ്ജിൽ വെച്ചെടുക്കണം. ഗായ്സ് അങ്ങനെ നമ്മളത് ചെത്തി എടുത്തിട്ടുണ്ട് ഗായ്സ്. ഇനി നമുക്ക് കുടിക്കണം മാത്രമേ ഉള്ളൂ ഗായ്സ്. അപ്പം നമ്മുടെ ഇതാണ് സാധനം. ഇതിൽ ഒരു പീസിന് 10 rupees വെച്ച് 3 പീസിന് 30 rupees വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു സാധനം പുറത്തുനിന്ന് കഴിക്കണമെങ്കിൽ 30 rupees. നമ്മളിപ്പോൾ ഇവിടെ പാലക്കാട് നിറച്ചുള്ളതിനോട് നമ്മളിതിങ്ങനെ എടുക്കുന്നു. ഇതിങ്ങനെ കൈ വിരലിങ്ങനെ വെക്കുന്നു. പൊളി സാധനം ഗ്യാസ്. ഇപ്പോൾ ഇവിടെ 42°C ചൂടുണ്ട്. അപ്പം നമുക്ക് നല്ല ചൂടൊക്കെ ഉള്ള സമയത്ത് നമ്മൾ അതി തണുപ്പുണ്ട്. നല്ല രസം കഴിക്കണം ഗ്യാസ്. ഇങ്ങനെ തെറിച്ചു പോകണം ഗ്യാസ്. നമ്മൾക്ക് പിന്നെ തേച്ചെടുത്തിട്ടുണ്ട്.
ഗായ്സ് അപ്പോൾ നമുക്ക് കുറേ ഇളന്നൽ കിട്ടി. ഇപ്പോൾ കുറച്ച് വലിയ വലിയ സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പണ്ടങ്ങ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇളന്നൽ ഉണ്ടാവില്ല, നല്ല കട്ടായിട്ടുള്ള ഹാർഡായിട്ടുള്ള പോർഷനാണ്. നമുക്ക് അതൊന്ന് വെട്ടി നോക്കാം. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എങ്ങനെ നോക്കാം. നമുക്കൊന്ന് ഓക്കെ നമ്മളത് എടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്ക് ഇതൊന്ന് വെട്ടി എടുക്കാം. മൊത്തം ഇങ്ങനെ ഗ്യാസ് അപ്പോൾ നമുക്ക് മൊത്തം ചെത്തിയെടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇതൊന്ന് ഓക്കെ ഇങ്ങനെ ചെത്തിക്കളയാം. ഇനി അതിനുശേഷം നമുക്ക് ഇതിനെ കറക്റ്റ് നടുവായിട്ട് വെട്ടി മുറിക്കാം. ഓക്കെ നമുക്കിതിന് വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ നടുവായി പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഇവിടെ നല്ല ഹാർഡായിട്ടുള്ള ഒരു പോർഷനാണ് ഇവിടെ ഉള്ളത്. നമുക്ക് തിന്നാൻ പറ്റുന്ന ഒരു പോർഷൻ തന്നെയാണ്. അപ്പോൾ അത്ര എന്തല്ല, എന്നാലും തിന്നാൻ പറ്റുന്ന ഒരു പോർഷനാണ്. കാണാൻ പറയാം. നല്ല ടേസ്റ്റുള്ള സാധനമാണ്. കുഴപ്പമില്ല ഗസ്. നമുക്ക് ഇവിടെ കൊടുക്കാം. അപ്പോൾ നമുക്ക് അതുമാതിരി ഇങ്ങനെ കഴിക്കാൻ പറ്റുന്ന ഒരു പീസാണ്. പിന്നെ നമ്മൾ ഇതൊക്കെ പറഞ്ഞ വെച്ചാൽ നമുക്ക് നോർമൽ ഇങ്ങനെ വിരലിട്ടേനെ എടുക്കാൻ പറ്റുന്ന ടൈപ്പാണ്. ബട്ട് അതിൽ ഹാർഡായിട്ടുള്ള ടൈപ്പാണ്. കഴിച്ചാൽ കുഴപ്പമില്ല, പക്ഷേ ഒരുപാട് ഹാർഡായിട്ടുള്ള കഴിച്ചു വയറുവേദന വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ കഴിക്കാൻ പറ്റുന്നില്ല ഗായ്സ്. അപ്പോൾ നമ്മൾ ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഭാഗത്ത് വേട്ട കഴിഞ്ഞിട്ടുണ്ട്. അവിടുത്തെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഇപ്പുറത്ത് 2-3 പന ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് പോകുന്നത്. അപ്പോൾ പന നിങ്ങൾക്ക് ടോപ്പ് കണ്ടാൽ അറിയാവുന്ന മൊത്തം വലിയ വലിയ പനം പണ്ടങ്ങ പറയും. ആ സംഭവം ഇട്ടും നമുക്ക് അതിൽ ഇളന്ന മാത്രം വെട്ടി കുടിക്കാൻ പറ്റുള്ളൂ. ഇതുപോലത്തെ ഹാർഡായിട്ടുള്ള സാധനം കഴിക്കാം. ബട്ട് ഒരുപാട് കഴിച്ചെന്ന് വെച്ചാൽ സ്റ്റൊമക്ക് പെയിൻ, അതായത് വയറുവേദന ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അത്ര കഴിക്കാൻ പറ്റില്ല. പക്ഷെ നല്ല കുഴപ്പമില്ല, നല്ല ഒരു ഇപ്പം നമ്മൾ അപ്പോഴേ കണ്ടുമ്പോൾ തന്നെ കഴിക്കാം. അതിന് ഹാർഡായിട്ടുള്ളതൊക്കെ ഉണ്ട് കണ്ടോ. അപ്പോൾ തിന്നിപ്പോണ് അവരുടെ ഹാർഡായിട്ടുള്ള കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വയറ് സ്റ്റൊമക്ക് പെയിൻ വരാൻ ചാൻസ് ഉള്ളതാണ് ഗായ്സ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പനകളവിടെ വന്നിട്ടുണ്ട്. ബട്ട് ഇവിടെ മൊത്തം വലിയ വലിയ ഞാൻ പറഞ്ഞ ആ പണ്ടങ്ങ ടൈപ്പുള്ള സാധനമാണ്. അപ്പോൾ നമുക്കത് കഴിക്കാൻ പറ്റില്ല. കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൊമക്ക് പെയിൻ അഥവാ വയറുവേദന വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അത് വലിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇവിടെ തെങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ അറിയാവുന്നതാണ്. അത്രയും ചുട്ട് വല്ല പഴുത്ത് വല്ല ഒന്നുമേ ഇല്ല. തെങ്ങൊക്കെ നമുക്ക് ഫുള്ളായിട്ട് ഉണങ്ങി വരണ്ട് പോയി കിടക്കണം. അപ്പോൾ നമുക്ക് ഇതാണ് ഇപ്പോൾ പാലക്കാടിൻ്റെ അവസ്ഥ എന്ന് പറയുന്ന സമയത്ത് ഏകദേശം 42 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് അത് പറഞ്ഞു വെച്ചാൽ പകുതി, അതായത് നമ്മുടെ വെള്ളം തിളയ്ക്കാൻ ഏകദേശം ഒരു 80-85 100 ഡിഗ്രി അല്ല, ഒരു 80-85 ഡിഗ്രി ചൂടാക്കാൻ നമ്മുടെ വെള്ളം തിളക്കുന്നതായിരിക്കും. ആ ഒരു ഡിഗ്രിന്റെ നേര് പകുതിയാണ്. അപ്പോൾ നമ്മൾ പകുതി വേകുന്ന പോലെയാണ് നമ്മുടെ ഇവിടുത്തെ ചൂടെന്ന് പറഞ്ഞ സമയത്ത്. ഇപ്പോൾ ഞാനിപ്പോൾ ചെരുപ്പിട്ടിരിക്കുന്ന ഇങ്ങനത്തെ ഒരു ചെരുപ്പാണ്. അപ്പോൾ ഈ ചെരുപ്പിന്റെ ഗുണം എന്ന് പറഞ്ഞു വെച്ചാൽ നമുക്കിപ്പോൾ കാല് കാണാൻ അറിയാവുന്നു. കാലിന് ഒരു പൊടിക്ക് കളറുണ്ട്. ബട്ട് എൻ്റെ കൈ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ് എന്താ കളറിന്. അപ്പോൾ അത് മണ്ണായിട്ടാണ് ഗൈസ്. അപ്പോൾ നമുക്ക് കൈയും കാലും കണ്ട കളർ അറിയാവുന്നതാണ്. പക്ഷേ ഈ ചെരുപ്പ് ഇടുന്ന ഈ ഒരു പോർഷൻ ഇത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പോർഷനൊക്കെ നമ്മൾ വെയിലുള്ള കളർ കണ്ടില്ല ഗൈസ്. അപ്പോൾ നമുക്ക് ഇതുമായി നല്ല കറുത്ത് വല്ല കരുവടിച്ച് പോകും. എന്നാൽ അത്രയും ചൂടും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പാലക്കാട് ഉള്ളത്. അപ്പോൾ നമുക്ക് അപ്പോൾ നമ്മൾ ഇളന്നം വെട്ടാൻ വന്ന് പറഞ്ഞാൽ കുറച്ച് നമുക്ക് 2-3 പന്നിന്ന് കിട്ടി. ബട്ട് ബാക്കിയുള്ളവരെ കൊണ്ട് നമുക്ക് ഇതൊക്കെ കാണുന്നത് വെച്ചാൽ ഫുള്ളായിട്ടും പോയി കിടക്കണം. പനം വെട്ട, അതായത് ഇവർ വലിക്കാതെ ഇങ്ങനെ ആയപ്പോൾ മറ്റേ എന്താണ് പണ്ടങ്ങ പറഞ്ഞ ടൈപ്പായി കിടക്കുകയാണ്. അപ്പോൾ നമുക്കിത് ഇത് മാത്രമല്ല, നമുക്ക് ഇവിടെ വന്നിട്ട് ഇവിടെ കൊരണ്ടി പറഞ്ഞൊരു സാധനമുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കഴിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. ബട്ട് അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് കൊരണ്ടി എന്ന് പറയുന്ന ഐറ്റമാണ്. അപ്പോൾ ഇതിലിവിടെ ഒരു വേര് പോലത്തെ സംഭവം ഉണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് നമുക്കിങ്ങനെ വെട്ടിക്കഴിഞ്ഞ് വെച്ചാൽ ഇതിൻ്റെ ഉള്ള ഒരു പഞ്ഞ് പോലത്തെ സാധനമുണ്ട്. അപ്പോൾ അത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. പിന്നെ ഇവിടെ കൂമ്പ് വന്നിട്ട് ഇതിൽ വരുന്നതായിരിക്കും, അത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. ബട്ട് ഇപ്പോൾ ഇതിലൊക്കെ ഒന്നുമേ ഇല്ല, ഒക്കെ പോയി കിടക്കുന്ന വെയിറ്റ് ഇല്ല. വെയിറ്റ് ഉള്ളതിൽ നമുക്ക് കഴിക്കാൻ പറ്റുക. ബട്ട് ഇതൊക്കെ ഫുള്ളായിട്ട് ഉണങ്ങി പോയി ഗായ്സ്. അപ്പോൾ നമ്മുടെ ഓക്കെ നിർത്തി തോട്ടി എന്ന് പറയുന്ന സമയത്ത് അപ്പോൾ നമുക്ക് നല്ലൊരു വലിയ തോട്ടിയാണ്. ഏകദേശം ഒരു 10 മീറ്ററോളം ദൂരമുണ്ട്. അപ്പോൾ നമുക്ക് 10 മീറ്റർ ഒരു ഏകദേശം 10 മീറ്റർ ലെങ്ത്തുള്ള തോട്ടിയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ അറിയാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ദൂരം ഹൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നോക്കുക. നമുക്ക് ഇത്രയും നല്ല ലോങ് ആയിട്ടുള്ള തോട്ടിയാണ് നമ്മുടെ ഉള്ളതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 10 മീറ്റേഴ്സ് എങ്കിലും നീളമുള്ള ഒരു തോട്ടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ തെങ്ങും കാര്യങ്ങളൊക്കെ അത്ര തന്നെ ഉണ്ടാവും. ആ ഒരു ഹൈറ്റുള്ള തോട്ടി തന്നെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ തോട്ടി വന്നിട്ട് ഓടം മുളയാണ്. അപ്പോൾ നമുക്ക് ഇച്ചിരി അത്യാവശ്യം വെയിറ്റ് ഉണ്ടാവും. ബട്ട് കുഴപ്പമില്ലാത്ത നല്ല സ്ട്രെങ്ത് ഉള്ള മുള വെച്ചിട്ടുള്ള തോട്ടിയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തുമ്പത്ത് വന്ന വെച്ചാൽ ഒരു കത്തി പോലത്തെ സംഭവം വെച്ചിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ തുമ്പത്ത് കാണിച്ചു തരാവുന്നതാണ് ഗായ്സ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ തുമ്പത്ത് നമുക്ക് കത്തി പോലത്തെ ഒരു സംഭവമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ടാണ് വലിച്ചെടുക്കുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് ഇതായി വരുന്നത്. അപ്പോൾ പിന്നെ ഗായ്സ് പിന്നെ ഞാൻ പറഞ്ഞ കൂമ്പ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ നമുക്ക് ഇതാണ് കാണുന്നത്, ഈ കൂമ്പ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ അത് ഗായ്സ് അപ്പോൾ നമ്മുടെ ഇതാണ് കൂമ്പ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ നമുക്ക് നല്ലപോലെ പൊരിച്ചെടുത്തെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു വൈറ്റ് കളറിലുള്ള ഒരു നേട്ടത്തിലൊരു സംഭവം ഉണ്ടാവും. അതാണ് കൂമ്പ് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ നമുക്കത് വലിച്ചെടുക്കാൻ നല്ല മണ്ണൊക്കെ ടൈറ്റ് ആയതുകൊണ്ട് വലിച്ചെടുക്കാൻ പറ്റില്ല. നമുക്ക് നല്ല രീതിയിൽ കുഴിച്ചെടുക്കണം. ഏകദേശം നമുക്കൊരു കൈയുടെ ലെങ്ത് ഉണ്ടാവും, ഒരു 10-25 സെൻറ്റിമീറ്റർ ഉണ്ടാവും. അപ്പോൾ നമുക്കത് നല്ലപോലെ കറക്റ്റായിട്ട് എടുക്കേണ്ടതാണ്. പിന്നെ നമുക്കത് എടുക്കാൻ നല്ല ടഫായിട്ടുള്ള പരിപാടിയാണ്. ബട്ട് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ചെറുതായിട്ടൊന്ന് കാണിക്കുകയാണെന്നുള്ളൂ.
അപ്പോൾ നമ്മുടെ വേട്ട കഴിഞ്ഞു ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ആ തലക്ക് വരെ നമ്മളൊരു 10-15 പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇനി നടന്ന് അങ്ങനെ പോവാണ് ഗൈസ്. എൻ്റെ വണ്ടി ഇതാ കാണുന്ന അവിടെ നിർത്തിയിരിക്കണം. അപ്പോൾ നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ അങ്ങോട്ട് നടന്ന് പോകണം ഗൈസ്. വല്ലാത്ത അവസ്ഥയാണ്. ശരിക്കും ഇങ്ങോട്ട് വണ്ടി ഇറക്കായിരുന്നു. പിന്നെ എൻ്റെ സ്കൂട്ടി ആയതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഞാൻ വേണ്ട വെച്ചു ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പൊടി കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ഇതെന്താണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടമായി ലൈക്കോ ഷെയർ ചെയ്യോ എടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കണോ ഇനേബിൾ ചെയ്യുമ്പോൾ നമ്മുടെ ഇതുപോലത്തെ വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഗുഡ് ബൈ.